മാത്യു കുഴൽനാടന്റെ വിവാദ റിസോർട്ടിന്റെ സർവേ രേഖകൾ മാതൃഭൂമി ന്യൂസിന്. റിസോർട്ടിന്റെ രണ്ടിടത്തായി 50 സെന്റ് ഭൂമി കയ്യേറിയതായി റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് സർക്കാർ ഭൂമിയിലാണ്. ജീവനക്കാർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടവും സർക്കാർ ഭൂമിയിലാണുള്ളത്. ജെയിനസ് രാജു ഉണ്ട്. ജെയിൻ, ഇന്നലെ മാധ്യമങ്ങളെ ആ ഭാഗത്തേക്ക് മാധ്യമ പ്രവർത്തകരെ അവിടേക്ക് കൊണ്ടുപോയി. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ഒരു സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ മതിലില്ല എന്നൊക്കെയായിരുന്നു മാത്യു കുഴൽനാടൻ അവകാശപ്പെട്ടത്. പക്ഷേ ഈ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് താലൂക്കിൽ നിന്നുള്ള സർവേയർമാർ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം ഇതിനകത്ത് എവിടെയാണ് സർക്കാർ ഭൂമി ഉള്ളത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സർവേ സ്കെച്ചാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കെട്ടിടത്തെ അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ കൈവശം വയ്ക്കുന്ന ഭൂമിയിൽ അല്ലെങ്കിൽ ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അധിക ഭൂമി ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് രണ്ട് സ്ഥലത്തായിട്ടാണ്, രണ്ട് ഭാഗത്തായിട്ടാണ് ഈ സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ. അതിലൊന്ന് ഈ റിസോർട്ടിൻ്റെ വലതുവശത്തായി മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഭാഗം, അവിടെയാണ് പ്രധാനമായും ഈ റീറ്റെയിനിങ് വാൾ, അതായത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയ ജീവനക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം കൂടി അവിടെയുണ്ട്. അതുൾപ്പെടുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ഭാഗമാണ് സർക്കാർ ഭൂമിയുള്ളത്. മറ്റൊന്ന് ഈ റിസോർട്ടിൻ്റെ മുകൾ വശത്ത്, ഈ റിസോർട്ടിന് ശേഷം ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ മുകൾ വശത്ത് തേയില കൃഷി ചെയ്തിട്ടുണ്ട്. ആ തേയില കൃഷി ചെയ്തിരിക്കുന്ന ഭൂമിയുടെ ഒരു വശം, അങ്ങനെയാണ് 50 സെന്റ് മൊത്തം മാത്യു കുഴൽനാടൻ അധികമായി കൈവശം വെച്ചിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതിന് സ്വാഭാവികമായിട്ടുള്ള ബൗണ്ടറികൾ, അതിർത്തികൾ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് മതിൽ നിർമ്മിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ട്. അത് മതിൽ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മതിലല്ല, അവിടെ ഒരു റീറ്റെയിനിങ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ കാര്യം തന്നെയാണ് വിജിലൻസും ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത്. അവിടെ ഒരു കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് സർക്കാർ ഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറി എന്ന തരത്തിൽ തന്നെയാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നതും. എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ മാത്യു കുഴൽനാടൻ മാധ്യമപ്രവർത്തകരെ റിസോർട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ എവിടെയാണ് തൻ്റെ ഭൂമി, താൻ അധികമായി ഭൂമി കൈവശം വെക്കുന്നത് അല്ലെങ്കിൽ പുതുതായി കയ്യേറിയത് എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സർവേ സ്കെച്ച് പുറത്തുവയ്ക്ക് വരുമ്പോൾ കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും ഏത് ഭാഗത്തൊക്കെയാണ് സർക്കാർ ഭൂമി ഉള്ളത് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ്. ആ തുടർ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ ഒരു തീരുമാനം. വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് അത് താലൂക്ക് തഹസിൽദാർക്ക് സമർപ്പിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് ആയിട്ടുള്ള നടപടികളുടെ ഭാഗമായി മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകും. ആ നോട്ടീസിൽ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി നൽകാം. അല്ലെങ്കിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകും. ശരി, ജെയിനാണ് വിവരങ്ങൾ നൽകിയത്.